ഒരു പക്ഷേ നമ്മുടെ മലയാള സിനിമയിൽ ഇത്രയും ഗംഭീരമായ ഒരു ഫൈറ്റ് ഏതെങ്കിലും നായകന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ കിൻഡൽ ഇടി എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ഇടിയും കിക്കും എല്ലാം ആ രീതിയിൽ തന്നെ ആയിരുന്നു. വെറുതെ ആയിട്ടില്ല തായ്ലൻഡിൽ പോയി വിസ്മയം നടത്തിയ മാർഷൽ ആർട്സ് പരിശീലനം. മാത്രമല്ല മോഹൻലാലിൻ്റെ മാളിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും പ്രേക്ഷകനെ തൃപ്തികരമാക്കുന്ന രീതിയിൽ തൻ്റെ റോളുകൾ ഭംഗിയായി ചെയ്യാൻ വിസ്മയയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷെ അങ്ങനെയാണെങ്കിലും ഈ സിനിമയ്ക്ക് ചില ന്യൂനതകളെല്ലാം നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അതിൽ ഏറ്റവും പ്രധാന ന്യൂനതയായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒന്നായിട്ട് തോന്നുന്നത് മോഹൻലാലിൻ്റെ ആ ഗസ്റ്റ് റോളാണ്. സത്യത്തിൽ അങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ആവശ്യമേ ഈ സിനിമയിലായിരുന്നു. ഈ സിനിമയുടെ ആ ത്രില്ലറിൻ്റെ ആ മൂഡ് കുറേ നേരത്തേക്ക് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലായിപ്പോയി മോഹൻലാൽ കഥാപാത്രത്തിൻ്റെ രംഗപ്രവേശവും പ്രകടനമെല്ലാം. നമുക്കറിയാം, സംവിധായകൻ തന്നെ പറയാറുണ്ട്, ഞാൻ മോഹൻലാലിൻ്റെ ഫാനാണ്. അങ്ങനെ ഒരു ഫാൻ ബോയ് തൻ്റെ ആരാധനാപാത്രത്തെ തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കാനുള്ള അമിതാവേശം കൊണ്ട് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ മകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അച്ഛൻ വന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ ഈ സിനിമ ഒരിക്കലും പരാജയപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സാന്നിധ്യം ആവട്ടെ എന്ന് വിചാരിച്ചു ഒരുക്കിയതായിരിക്കും. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കഥാപാത്രം ഈ സിനിമയോടൊരു ഓർഗാനിക് ലിങ്ക് ആവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് ഗസ്റ്റ് റോളുകളൊക്കെ മോഹൻലാൽ പല സിനിമകളും ചെയ്തു. അവയിൽ പലതും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാൻ കാരണം അതെല്ലാം തന്നെ ആ സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു അവിഭാജ്യ ഘടകമായി മോഹൻലാൽ കഥാപാത്രം ഇതിൽ മാറാത്തത് ഈ കഥാപാത്രം കഥയുടെ ആ സ്പിരിറ്റിനെ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെടുന്നു എന്നാണ് തോന്നുന്നത്.